ജർമ്മനിയിൽ ഒരു ബസ് യാത്ര എങ്ങനെയാണെന്ന് നോക്കാം. ജർമ്മനിയിലെ ഏത് ബസ് സ്റ്റോപ്പിൽ വന്നാലും ആ സ്റ്റോപ്പിൽ നിർത്തുന്ന എല്ലാ ബസ്സിന്റെ റൂട്ടും അതുപോലെ ടൈമിങ്സും കാണാം. ബസ്സിന് വീക്ക് ഡേയ്സിലും വീക്കെൻഡിലും വ്യത്യസ്ത ടൈം ടേബിൾ ആണ്. അതും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കൂടാതെ ബസ്സിന്റെ റിയൽ ടൈം ഈ ഇലക്ട്രോണിക് ഡിസ്പ്ലേയിൽ കാണാം. ബസ് വരുമ്പോൾ തന്നെ അതിന്റെ ഫ്രണ്ടിലെ ഇലക്ട്രോണിക് ഡിസ്പ്ലേയിൽ ബസ് നമ്പറും അതുപോലെ ഏത് ഡയറക്ഷനിലേക്കാണ് ഈ ബസ് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ടിക്കറ്റ് ഒന്നെങ്കിൽ ഓൺലൈൻ ആപ്പിലൂടെയോ അല്ലെങ്കിൽ നമുക്ക് ഡ്രൈവറിന്റെ അടുക്കൽ നിന്ന് മേടിക്കാനും പറ്റും. ബസ്സിൽ വയസ്സായ ആൾക്കാർക്കും അതുപോലെ പിള്ളേരുടെ സ്ട്രോളർ വെക്കാനായിട്ടും ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അത് പ്രയോറിറ്റി സീറ്റുകളായി മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ബസ്സിലെ സ്ക്രീനിൽ ആ ബസ് നിർത്തുന്ന എല്ലാ സ്റ്റോപ്പുകളും കാണാം. അത് അനൗൺസ് ചെയ്യുകയും ചെയ്യും. നമുക്ക് ഏത് സ്റ്റോപ്പിലാണോ ഇറങ്ങേണ്ടത് ആ സ്റ്റോപ്പിന്റെ അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ ഈ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്യണം. അല്ലെങ്കിൽ ആ സ്റ്റോപ്പിൽ നിന്ന് ആരും ഈ ബസ്സിലേക്ക് കയറാനില്ലെങ്കിൽ ആ ബസ് അവിടെ നിർത്തണം എന്ന് നിർബന്ധമില്ല. പിന്നെ ഡോർ ഓട്ടോമാറ്റിക് ആണ്. ഓപ്പൺ ആയില്ല എങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടണും ബസ്സുകളിൽ കാണും.